കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വിടുതലിന് വേണ്ടി ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ താൻ വിടുതൽ കൊടുക്കാതെ അവർ മടക്കി അയച്ചിട്ടില്ല. കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരായി മലമുകളിൽ ഇരുന്നുകൊണ്ട് ഗിരിപ്രഭാഷണം നടത്തി താഴേക്ക് ഇറങ്ങി വരപ്പെടുമ്പോൾ ഒരു കുഷ്ഠരോഗി ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദപിടച്ച് കടന്നു വന്ന് വിടക്കാലം മടക്കിക്കൊണ്ട് ഇപ്രകാരം നിലവിളിക്കാനിടയായി, ഗുരുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധമാക്കണം, എന്നെ ഒന്ന് സൗഖ്യമാക്കണമെന്ന് നാഥനായ യേശു കർത്താവിന്റെ പാദപിടച്ചിലായിരുന്നുകൊണ്ട് നിലവിളിച്ച് കണ്ണുനീരോടെ അവൻ സ്തോത്രം അപേക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ ശബ്ദം കേട്ട് അവന്റെ നിലവിളി കണ്ട് അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ ഒഴുകുന്നത് കണ്ട് പ്രാണനാഥന യേശു കർത്താവ് മറികടന്ന് പോയില്ല. മറച്ചനന്തരം അവന്റെ ദേഹത്തിലെ കരം വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ആരേക്ക് നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, വേദനയോടെ നിരാശയോടെ കണ്ണുനീരോടെ നെടുവീർപ്പോടെ നിലവിളിച്ച് ദൈവത്തിന്റെ പാദമെടുത്ത് മുഴക്കാലം നടക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലും ഈ പകൽക്കാലം ഒരു വിടുതൽ തന്ന് നിന്നെ മാനിപ്പാനും നിന്നെ അനുഗ്രഹിപ്പാനും സർവശക്തനായ ദൈവം ഈ പകൽക്കാലം ആഗ്രഹിക്കുന്നു.